എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാവലിനെ പറ്റിയിട്ടാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി രാജസ്ഥാനിലേക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ പോവാം, എന്താണ് എളുപ്പമാർഗം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഞാൻ പറയും, ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ലൊക്കേറ്റ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അജ്മീർ ഡിസ്ട്രിക്റ്റിലാണ്. അജ്മീർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് വെരി നിയർ ടു ജയ്പൂർ ഡിസ്ട്രിക്റ്റും കൂടെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അജ്മീർ ഡിസ്ട്രിക്റ്റിലാണ്. വലിയ ഇപ്പോൾ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ ഞാനൊരു ജസ്റ്റ് ഇതൊരു ഗൈഡൻസ് പോലെ തരാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പം എല്ലാം നമുക്ക് ഗൂഗിളിൽ നോക്കിയാലും അല്ലാണ്ട് നമുക്ക് റിസോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിനെപ്പറ്റി അറിയാനൊക്കെ. എന്നാലും ഞാനൊരു ചെറിയൊരു ഐഡിയ തരാനും കൂടെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളിപ്പം നമ്മളിപ്പം ഫോണിലൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ വിശ്വാസമാവും. ഓക്കെ, നമുക്ക് ആ ഡിസിഷൻ അതിലേക്ക് കടക്കാം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ലൊക്കേഷൻ അജ്മീർ നിയർ ടു ജയ്പൂറാണ്. ജയ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇപ്പം കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത്. ഞാനിത് കേരളത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നവർക്ക് ട്രെയിനിലാണെങ്കിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ ട്രാവൽ പ്രിഫർ ചെയ്യുന്നൊരു മാർഗം എന്ന് പറയുന്നത് ട്രെയിനാണ്. അപ്പോൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ട്രെയിൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ ഡയറക്റ്റ് ട്രെയിനാട്ടോ ഞാൻ പറയുന്നത്. അപ്പം കേരളത്തിൽ നിന്നും എറണാകുളത്ത് നിന്നും അജ്മീറിലേക്ക് പോകുന്ന ട്രെയിനാണ് മരിസാഗർ എക്സ്പ്രസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം ടു അജ്മീർ. അല്ലാതെ നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കോട്ട വഴി, രാജസ്ഥാൻ കോട്ട വഴിയോ അല്ലെങ്കിൽ ഗുജറാത്ത് അഹമ്മദാബാദ് അല്ലെങ്കിൽ മുംബൈ വഴിയൊക്കെ നമുക്ക് പോകാം. അതായത് നമുക്ക് 2 ട്രെയിൻ എടുത്തിട്ട് കണക്ഷൻ ട്രെയിൻ എടുത്തിട്ട് പോവാം. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ എന്ന് പറയുന്നത് അജ്മീർ സ്റ്റേഷൻ അല്ലെങ്കിൽ കിഷൻഗഡ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കിഷൻഗഡ് എന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തിരിക്കാം. കിഷൻഗഡ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. വെരി നിയർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഏത് സ്റ്റേഷനിൽ അജ്മീർ ഇറങ്ങിയാലും കുറച്ച് ദൂരവും കൂടെ ഉണ്ടാകും. കിഷൻഗഡ് ഇറങ്ങിയാൽ ഒരു ½ ആൻ അവറിലെത്തും. അജ്മീർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 45 to 1 hour എടുക്കും നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാനായിട്ട്. കിഷൻഗഡ് സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ ലഗേജൊക്കെ ഉണ്ടാകുന്ന ഒരു ഓട്ടോ പിടിച്ചിട്ട് ആണ് യൂഷ്വലി ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാം. യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബാന്ദർസെൻട്രി എന്നാണ് പറയുന്നത് കേട്ടോ. ബാന്ദർസെൻട്രി. അപ്പം ഈ ഒരു സ്ഥലത്തിലേക്കാണ് വരേണ്ടത്. ടിക്കറ്റ് എടുക്കുന്നവർ ജയ്പൂർ സ്റ്റേഷൻ എടുക്കാണ്ടിരിക്കുക. ജയ്പൂർ ഭയങ്കര നല്ല ദൂരമുള്ള സ്റ്റേഷനാണ്. എടുക്കുന്നവർ അജ്മീർ അല്ലെങ്കിൽ കിഷൻഗഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലൈറ്റ് നമുക്ക് വരാൻ പറ്റുന്ന ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് ജയ്പൂർ എയർപോർട്ടിലാണ് വരാൻ പറ്റുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് ബസ്സിലാണ് വരാനായിട്ട് ഉദ്ദേശിക്കുകയെങ്കിൽ ബസ്സിലാണ് വരാൻ ഉദ്ദേശിക്കുകയെങ്കിൽ നേരെ സിന്ധിക്കാം എന്ന് പറയുന്നൊരു ബസ് സ്റ്റാൻഡിൽ വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അജ്മീർ ബസ് കിട്ടും. ബേസിക്കലി നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത് ഈ ജയ്പൂർ അജ്മീർ ആ ഒരു ഹൈവേയിലാണ്. അപ്പോൾ ആ ഒരു അജ്മീർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാന്ദർസെൻട്രി അവിടെ ഇറങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിക്കുക, അജ്മീർ ബസ്സിൽ കയറുമ്പോൾ ചോദിക്കുക ഇത് ബാന്ദർസെൻട്രി നിർത്തുന്ന ഒരു ബസ്സാണോ ചോദിക്കുക. ചില ബസ്സസ് അവിടെ നിർത്താറില്ല. അപ്പോൾ അത് കൺഫേം ചെയ്തിട്ട് കയറുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊബറോ ടാക്സിയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ലഗേജൊക്കെ ഉള്ളവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ബസ്സിലും കയറാനൊക്കെ. അപ്പം അങ്ങനെ നമുക്ക് വരാവുന്നതാണ് കേട്ടോ. പിന്നെ ബാന്ദർസെൻട്രി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ ഓട്ടോറിക്ഷ പോലെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ബസ്സിൽ വരുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓട്ടോറിക്ഷ ഉണ്ടാവും.